നമസ്കാരം. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആ, സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു വർഷം മുമ്പുണ്ടായി. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാനൊരു മുസ്ലിമാണ്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജനിച്ചു എന്ന് അഭിമാനിക്കുന്ന, ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നതിൽ അഭിമാനിക്കുന്ന രാജ്യസ്നേഹമുള്ള ഒരു മുസ്ലിമാണ് ഞാൻ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിനെയോ ഞാൻ അംഗീകരിക്കുന്നില്ല. എല്ലാ മതങ്ങളും ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോലെ, ഇപ്പൊ മുസ്ലിം കണ്ണാണെങ്കിൽ ഹിന്ദു ചെവിയായിരിക്കും, ക്രിസ്ത്യൻ മൂക്കായിരിക്കും, ബാക്കിയുള്ളത് നാക്കായിരിക്കും. ഇങ്ങനെ ഓരോ അവയവങ്ങൾ, ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ മതങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ വിശ്വാസം, ഒരേ ആചാരം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ വേറിട്ട രീതിയിൽ അവരവരുടേതായി യോജിച്ച രീതിയിൽ അവർ ജീവിക്കുന്നു. അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് വാശി വിളിക്കുന്നതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു തീവ്രവാദിയുടെ വിവരമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് രാവിലെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു തന്നത്. അദീന ഭാരതി എന്ന ഒരു ലേഡി, അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പിന്നീട് ഞാൻ അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ നമുക്ക് പറ്റിയ വീഡിയോയിൽ പറയാം. ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അങ്ങനെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിൽ നിന്ന് അവർ നാട്ടിലെത്തി. എത്തിയ വഴി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ അവനു വേണ്ടി വെളുപ്പിനെ കാത്തിരുന്നത് ഇന്ത്യയുടെ നിയമപാലകരാണ്. ഒരു കൊല്ലം മുന്നെയാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ സാറിന്റെ മകളുടെ ബൈറ്റിന് കീഴിൽ ഇവൻ ഈ കമന്റ് ഇട്ടത്. അന്ന് ഞാൻ നൽകിയ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ ആത്മാർത്ഥത കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് ഇവൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവനെ പിടികൂടിയ എയർപോർട്ട് പോലീസിന് 1000 അഭിവാദ്യങ്ങൾ. ഫൈനലി ഹി ഈസ് അറസ്റ്റഡ്. ഗൾഫിൽ ഇരുന്ന ഇന്ത്യക്കെതിരെ എന്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും സേഫ് ആണെന്ന് കരുതുന്ന ഇവനെ പോലുള്ളവർ ഒന്നേ പറയാനുള്ളൂ: വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ എന്ന്. അദീന ഭാരതി എന്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്റർനെറ്റിൽ തെരഞ്ഞപ്പോൾ അതിനനുബന്ധമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കിട്ടി. അതായത് മുഹമ്മദ് സനൂഫ് എന്ന ഒരു മുസ്ലിം പേരുകാരൻ, ഒരു മുസ്ലിം നാമധാരി എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കമന്റ്. അതായത് അദീന ഭാരതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള രാമേന്ദ്ര സാറിന്റെ മകളുടെ ബൈറ്റിന് താഴെ ഇട്ടിട്ടുള്ള കമന്റ്, ആ കമന്റിന് സ്ക്രീൻഷോട്ട് ഒന്ന് കിട്ടി. ആ സ്ക്രീൻഷോട്ട് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. മുഹമ്മദ് സനൂഫ് എന്നൊരു ചെറുപ്പക്കാരൻ എന്റെ നാട്ടിൽ നിന്ന്, മലപ്പുറത്തുനിന്ന് കുടുംബം നോക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയി കഷ്ടപ്പെട്ട് ഭാരതത്തിലേക്ക് പണം അയച്ച് ഇവിടെ കുടുംബം നോക്കിയിരിക്കുന്ന ഒരുത്തൻ. അവൻ ഇന്ത്യക്കാരനായി നിന്നുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഭാരതത്തെ വെല്ലുവിളിക്കുന്ന ആ കമന്റിന് സത്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. പിന്നെ ഒരു പ്രാർത്ഥനയുടെ ആ കൈ ഉയർത്തി പ്രാർത്ഥന ചെയ്യുന്ന ഒരു ചിത്രം. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ മുഴുവൻ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഈ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നുകിൽ മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അയാൾ തീവ്രവാദിയാണ്. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ്. എന്റെ നാട്ടുകാരനാണെങ്കിലും പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കാര്യം ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ പോയി കമന്റ് എഴുതണമെന്നുണ്ടെങ്കിൽ, അതും ഈ രാജ്യത്തെ ഒരു പൗരന്റെ, അവർ ആശിച്ച് മോഹിച്ച് കാശ്മീരിൽ പോയതാ. കാശ്മീർ ഈ അടുത്ത കാലത്താണ് അവിടെ നമുക്ക് ടൂർ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റിയത്. മറ്റേതായി ഏരിയയിൽ തിരിഞ്ഞു പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ദുരന്തമായി കിടന്നിരുന്ന ആ പ്രദേശത്ത് പോയി ഒരു ടൂറിസം ഒരു മേഖലയായി മാറി നമ്മളടക്കമുള്ളവർ കാശ്മീർ സന്ദർശിച്ച്, അതിനിടയിൽ ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബം, മകള്, പേരക്കുട്ടികളൊക്കെ ആയിട്ട് പോയതാണ്. മകളുടെ കൺമുന്നിൽ വെച്ച് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം പേരുള്ള ചില തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് തങ്ങളെ സംരക്ഷിച്ചത്. അതാ പെൺകുട്ടി പറയുന്നുണ്ട്. 2 സഹോദരന്മാരെ എനിക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ദേശസ്നേഹത്തോടെ ജീവിക്കുന്ന വ്യക്തികളുള്ള ഈ നാട്ടിൽ ഇങ്ങനെ ഒരുത്തൻ മുസ്ലിം പേരുകാരൻ എങ്ങനെ ഉണ്ടായി എന്നാണ് എന്റെ ഒരു സംശയം. ഇയാൾ പുറം ലോകം കാണാൻ യോഗ്യത ഉള്ളവനല്ല. ഈ ഭാരത രാജ്യത്തിൽ കാശ്മീർ നമുക്കറിയാലോ. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോയിൽ ഈ അപ്പുറത്ത് പാകിസ്ഥാൻ അന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയ കാശ്മീർ നമ്മൾ ഭൂപടത്തിൽ വരയ്ക്കുന്നുണ്ടെങ്കിലും
ആ പകുതി പ്രദേശം പാകിസ്ഥാന്റെ കയ്യിലാണ്. പാക് ഒക്യുപൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ നമ്മൾ പറയും. ആ കാശ്മീരുള്ള ജനങ്ങൾ പാകിസ്ഥാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ മുറവിളി കൂട്ടി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതുപോലെ ഈ പാക് അധിനിവേശ കാശ്മീരിലെ മുഴുവൻ ആൾക്കാർ അതിനുവേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭാരതത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഭാരതത്തോടൊപ്പം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സമയത്താണ് ഇങ്ങനെ ഒരുത്തൻ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള കാശ്മീരും കൂടി ഞങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യമുണ്ടാക്കും, എന്നിട്ട് ഈ രാജ്യത്ത് കടന്നു കയറി മുസ്ലിങ്ങളല്ലാത്ത മുഴുവണ്ണത്തിനെ കൊന്നുകളെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, ബാക്കിയുള്ള ബുദ്ധന്മാര്, ജൈനന്മാര്, സിഖുകാര് സകലണത്തിനെ കൊന്നുകളം എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ഭൂമിക്ക് മുകളിൽ ഇരിക്കാൻ യോഗ്യത ഉള്ള ആളാണോ? പറയൂ. ഇതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. എത്ര തന്നെ വിവരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫേസ്ബുക്കിൽ എഴുതുന്നു, ഫേസ്ബുക്ക് പേജൊക്കെ ഡിലീറ്റ് ചെയ്തു, കാര്യം ശരി. ഏതായാലും ഇയാളെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ എയർപോർട്ടിലേക്ക് അവിടെ വന്നിറങ്ങിയ ഉടനെ തന്നെ അദീന ഭാരതി കൊടുത്ത കേസിൽ ഇയാൾ നാട്ടിൽ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് കാര്യം മനസ്സിലായി, അവർ പിടിച്ചു, ഏതായാലും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ഇത് രാജ്യദ്രോഹമാണ്. നമ്മുടെ രാജ്യത്തോട് കൂറുള്ള, നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള, നമ്മുടെ മതേതരത്വത്തോട് അല്ലെങ്കിൽ മറ്റെന്തിനോടും, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തിനോടും കൂറു പുലർത്തിയല്ലാതെ ഇവിടെ ഒരുത്തും ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ എന്തിനാണ് അങ്ങനെ വരണം? ഏത് മതമായാലും ഏത് ജാതിയായാലും തീവ്രവാദം തന്നെയാണ്. ഇവിടെ നമ്മൾ RSSകാർ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ സംഘപരിവാറുകാർ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ കുറച്ചെണ്ണം ഹിന്ദുക്കളെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്നില്ലേ? അതിനുള്ള തെളിവല്ലേ ഇത്? അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരായിട്ട് തന്നെ ജീവിക്കണം. ഇവിടെ ആരെയും കൊല്ലൊന്നും വേണ്ട. എല്ലാവരുടെയും വിശ്വാസ സംഹിതകളും മറ്റു കാര്യങ്ങളുമുണ്ട്. നമുക്ക് പരസ്പരം ഒരേ വിശ്വാസം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഖുർആനിൽ അതിന് പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. അതിനൊരു വിശാലാർത്ഥം കൂടി ഉണ്ട്. അവന്റെ മതം, ആ മതത്തെ നീ നിന്ദിക്കണ്ട, അവന്റെ മതത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, നീ അവന്റെ മതത്തെ അവഹേളിക്കാൻ പോണ്ട, ഒന്നും ചെയ്യണ്ട. അവന്റെ മതം അനുസരിച്ച് ജീവിക്കട്ടെ, അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. നീ നിന്റെ മതവിശ്വാസം അനുസരിച്ചും ജീവിച്ചോ. നിന്റെ മതത്തിൽ, അതായത് നമ്മുടെ മതത്തിൽ, ഇപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് നമ്മുടെ മതത്തിൽ മറ്റു മതസ്ഥരെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് സഹായിക്കേണ്ടത്, അവരെങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യരുത്, എങ്ങനെ മിണ്ടരുത്, എന്ത് പ്രതികരിക്കരുത്, എന്ത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഭാഗത്തേക്ക് മിണ്ടരുത് എന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഓരോ മതത്തിലും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മഹാഭാരതം എത്ര സുന്ദരമാണെന്നറിയാം. ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ സൗഹൃദമുള്ള, വളരെ ഐക്യതയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരായി മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, അവരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട്, ഞാൻ പുതിയ ഒരു ഇന്ത്യ, ഒരു മുസ്ലിം ഇന്ത്യ സൃഷ്ടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിറങ്ങുന്ന ഇവനെ പോലുള്ളവർ ഈ ഭൂമിക്ക് മുകളിൽ ഒരു ഭാരമായിരിക്കും. ഈ കേസ് പോലീസ് തേച്ചുമാച്ച് കളയേണ്ട സ്ഥാനത്ത് അത് NIA കേസ് ഏറ്റെടുക്കണം. ഇങ്ങനെയുള്ളവര് ഈ ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ ഇടയിൽ അപകടമാണ്. അദീന ഭാരതി ഒരു വീഡിയോ കൂടി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള അവരുടെ സന്തോഷ വാക്കുകൂടി നമുക്കൊന്ന് കേൾക്കാം. ദൈവം സഹായിച്ചിട്ട് 2ാമത്തെ വട്ടമാണ് ഇതുപോലെ ഒരു പ്രൗഡ്ഫുൾ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനോട് ഫൈനലി മുഹമ്മദ് സനൂഫ് ഹാസ് ബീൻ അറസ്റ്റഡ്. 2025 പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്ത് അന്ന് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ സാറിന്റെ മകള് ആരതി രാമചന്ദ്രൻ, അവര് ന്യൂസ് ചാനലുകൾക്ക് കൊടുത്ത ഒരു ബൈറ്റിന്റെ കീഴില് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണിത്. ഈ കമന്റ് വായിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനല്ല, മറിച്ച് ഇവനെ കൈ കിട്ടുകയാണെങ്കിൽ കണ്ടം തുണ്ടം വെട്ടിക്കീറാനായിരിക്കും തോന്നുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. അവൻ ആ സമയത്ത് സൗദിയിലായിരുന്നു. ഇങ്ങനെ ഫൈനലി അവനിട്ട് ആ കമന്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഞാൻ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനു ശേഷം ഇവിടുന്ന് സാറുമാര്, ഇവന്റെ വീട് മലപ്പുറത്താണ്, മലപ്പുറത്ത് പോയിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് ഇവനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ മനസ്സിലായി അവൻ നാട്ടിലില്ല, അവൻ പുറത്താണ്. ആ നാട്ടിൽ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ധാരണയായി. ഇന്നലെ വെളുപ്പിനെ അവൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ സ്പോട്ടിൽ
തന്നെ അവനെ നമ്മുടെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവിടുന്ന് മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കിയിട്ട് 14 ദിവസത്തേക്ക് അവന് റിമാൻഡ് കൊടുത്തിരിക്കുകയാണ്. മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ ജയിലിലാണ് നിലവിൽ ഇപ്പം അവനുള്ളത്. Different angles. Don't forget to subscribe and support this channel.